നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രഹ്ലാദ ചരിതമെന്ന 24-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ഇവിടെ ശിഖരണി വൃത്തമാണ് ഈ ദശകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രിയമുള്ള പ്രേക്ഷക, ശ്ലോകം ശ്രദ്ധിക്കുക. തദശങ്കാവിഷ്ടസ്സ പുനഃ അതിദുഷ്ടോസ്യ ജനകഃ ഗുരുക്ത്യാ തദ് ഗേഹേ കില വരുണപാശൈസ്തമരുണത് ഗുരോശ്ചാസാന്നിധ്യേ സഹ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമമവിവിജ്ഞാനമശിഷത്. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തതഃ ശങ്കാവിഷ്ടഃ സഹ പുനഃ അതിദുഷ്ടഃ അസ്യ ജനകഃ ഗുരുക്ത്യാ തദ് ഗേഹേ കില വരുണപാശൈഃ തം അരുണത് ഗുരോഃ ച അസാന്നിധ്യേ സഹ പുനഃ അനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേഃ തത്വം പരമം അവിവിജ്ഞാനം അശിഷത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തതഃ ശങ്കാവിഷ്ടഃ അതിദുഷ്ടഃ അസ്യ ജനകഃ പുനഃ ഗുരുക്ത്യാ തദ് ഗേഹേ വരുണപാശൈഃ തം അരുണത് കില ഗുരോഃ ച അസാന്നിധ്യേ സഹ ദൈത്യതനയാൻ അനുഗാൻ ഭവദ്ഭക്തേഃ പരമം വിജ്ഞാനം തത്വം അശിഷത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. പല രീതിയിലും പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ പരാജിതനായ ഹിരണ്യകശിപു തൻ്റെ ഗുരുജനങ്ങളെ സമീപിച്ച് പ്രഹ്ലാദനെ ഗുരുക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഗുരുഭവനത്തിൽ വരുണപാശം കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ അഭാവത്തിൽ പ്രഹ്ലാദനാകട്ടെ തൻ്റെ കൂടെയുള്ള അസുല ബാലന്മാർക്ക് മഹാവിഷ്ണുവിൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഭക്തിരസപ്രധാനങ്ങളായ തത്വങ്ങളും ഏറ്റവും പരവുമായ ബ്രഹ്മജ്ഞാനവും അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് സാരം. നമസ്തേ.